എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദുഃഖവർഷമാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെ ഒരു വർഷമുണ്ടായിട്ടുണ്ട്. അതാണ് അറബിയിൽ ആമുൽ ഹുസിൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ സഹധർമ്മിണിയായ ഖദീജ ബീവിയുടെ മരണം വിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ സന്തോഷകരമായ ജീവിതയാത്രയിൽ ഏറ്റവും ദുഃഖം നൽകിയത് ഖദീജ ബീവിയുടെ വഫാത്തായിരുന്നു. പ്രവാചകന് താങ്ങും തണലുമായിട്ടുള്ള ഒരു ഭാര്യയുടെ പിന്തുണ മാത്രമല്ല, ഒരമ്മയുടെ കരുതൽ, സ്നേഹം, ലാളന ഒക്കെ നൽകിയിട്ടുള്ള പ്രിയ സഹധർമ്മിണി ഖദീജ ബീവിയുടെ മരണം വിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹിജ്റ 10-ാം വർഷമായിരുന്നു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണം. തുടർന്ന് എളാപ്പയായ അബൂ ത്വാലിബിൻ്റെ മരണവും വിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഓരോ പ്രധാന വ്യക്തികളും ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോഴും പ്രവാചകനെ താങ്ങും തണലുമായി നിന്ന 2 വൻമരങ്ങൾ വീണപ്പോൾ പ്രവാചകന് വളരെയധികം ദുഃഖമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ആമുൽ ഹുസിൻ, ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ശത്രുക്കളുടെ ആക്രമണം ഭയന്നായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീടാണ് സൂറത്തുൽ മാഇദയിലെ 67-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അല്ലാഹു നിങ്ങളെ ജനങ്ങളുടെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആയത്തിറങ്ങി. അതുവരേക്കും പ്രവാചകന് കാവൽ നിന്നിരുന്നു ആളുകൾ. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു എൻ്റെ ജീവൻ ഏറ്റെടുത്തിരിക്കുന്നു. പ്രവാചകൻ എപ്പോഴോ കൊല്ലപ്പെടേണ്ടതായിരുന്നു. പ്രവാചകനെ ഓരോ നിമിഷവും വകവരുത്തുവാൻ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ കാത്തു നിന്നിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു കാവൽ, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹു ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമെന്ന സൂറത്തുൽ മാഇദയിലെ ആയത്തിറങ്ങിയതിന് ശേഷമാണ് വിശുദ്ധ പ്രവാചകൻ തൻ്റെ കാവൽക്കാരോട് പോവാൻ പറഞ്ഞു. എൻ്റെ ഇസ്മത്ത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. എങ്കിലും പ്രവാചകന്മാരുടെ ജീവിതം എന്നും പരീക്ഷണങ്ങളുടേതായിരുന്നു. ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള അസാമാന്യമായൊരു കഴിവ് ഈ പ്രവാചകന്മാർക്കുണ്ടായി എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് ശേഷമാണ് ഈ ഒരു ദുഃഖവർഷത്തിൽ നിന്ന് പ്രവാചകനൊന്ന് റിഫ്രഷ്മെൻ്റ് നടത്തുവാനാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, പ്രവാചകരെ അങ്ങയോട് അള്ളാഹു പിണങ്ങിയിട്ടില്ല, അള്ളാഹു താങ്കളോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന ആയത്തൊക്കെ ഇറങ്ങുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. പിന്നീട് പ്രവാചകന് ഒരു സാന്ത്വനം പകരുകയായിരുന്നു. 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലെത്താനുള്ള പ്രവാചകൻ്റെ ആ ഒരു കഴിവ്, അല്ലെങ്കിൽ പ്രവാചകന് കിട്ടിയിട്ടുള്ള ആ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെയാണ് ആമുൽ ഹുസിൻ, ഹിജ്റ 10-ാം വർഷത്തെയാണ് ആമുൽ ഹുസിൻ എന്ന് പറയപ്പെടുന്നത്.